ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ല ഈസിയും ആൻഡ് ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നല്ലൊരു കൂളിംഗ് ഏജൻറ്റ് തരുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുക്കുംബർ സലാഡൊക്കെ ഉണ്ടാക്കുന്ന കുക്കുംബറില്ലേ, അതാണേ. അപ്പോൾ അത് ഇതുപോലെ ഇത്രയും ഒന്ന് പീൽ ചെയ്താൽ മതി കേട്ടോ. തൊലി കളഞ്ഞാൽ മതി. കുറച്ച് തൊലിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. നന്നായി കഴുകിയതിന് ശേഷം വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. എന്നിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ല് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ പീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇത് നല്ല വലിയ കുക്കുംബറാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഏകദേശം ഒരു 10 ഗ്ലാസ്സിന് അടുത്ത് ജ്യൂസ് എടുക്കാനുള്ള ആ ഒരു കണക്കാണ് കേട്ടോ. നമുക്ക് അത്ര എടുക്കാം. ഇനി ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറുക്കിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറാനുള്ളൊരിതിലാണെങ്കിൽ നമുക്കൊരു 8 ഗ്ലാസ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. നീളത്തിലൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ പീസായിട്ട് കുറേ നേരം അടിക്കുമ്പോഴത്തേനും ഇത് ഒത്തിരി കൊണ്ട് അരഞ്ഞു പോയാലും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് കടിക്കാനുള്ള രീതിയിലും ഇത് കിട്ടണം. അപ്പോൾ ഞാൻ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് ഫുള്ളായിട്ടുള്ളത്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ നല്ലത് ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് അടിക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് ഞാനിതിലേക്ക് 1.5 കപ്പ് പശുവിൻ പാൽ ഒഴിച്ച് തിളപ്പിച്ച പാലാണ്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ടീസ്പൂണ് പഞ്ചസാര ഇട്ടുകൊണ്ട് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ അടിച്ചാൽ മതിയാണ്. അപ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വരും. ഇത് ഞാനൊരു ചില്ലിൻ്റെ ഒരു ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഒന്ന് ലൂസാക്കാനായിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാലോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പാൽപ്പൊടി ഞാനതിൽ ചേർത്തിട്ടുണ്ട്, ചേർത്താൽ മതി കേട്ടോ. എനിക്ക് പാൽപ്പൊടിയുടെ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാൽപ്പൊടി വേണമെങ്കിൽ ഒരു 3 സ്പൂണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ കുറച്ചും കൂടി മധുരം വേണമായിരുന്നു. അപ്പോൾ ഞാനിതാ ഒരു 2 ടീസ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ഉള്ളവരാണ്, ഒരുപാട് മധുരം വേണ്ടാത്തവരാണെങ്കിൽ 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ അത് കറക്റ്റാണേ. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര. ഇനി നമ്മളിതിലേക്ക് ഒരു കസ്കസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ചിലർക്ക് അറിയില്ല. സബ്ജ സീഡെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ പേരുകളുണ്ട്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ കസ്കസ് എന്ന് പറഞ്ഞാൽ കറുത്ത കസ്കസ് കേട്ടോ, വെള്ളത്തിലൊക്കെ ഇട്ട് നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുന്നത്, അതും ചേർത്ത് കൊടുത്ത് അതൊരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തിയാണ്. ഇനി നമ്മളിത് സെർവിങ് കപ്പിലേക്ക് മാറ്റുവാണ്. നല്ല ടേസ്റ്റാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ചേർക്കുന്ന വെള്ളമൊക്കെ തണുത്ത വെള്ളം അടിക്കുമ്പോൾ നല്ല ഐസ് കട്ടായിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖമാണിത് കുടിക്കുമ്പോൾ. നമുക്ക് വിശപ്പ് മാറും, ദാഹം മാറും, പ്രത്യേക ഒരു എനർജിയും കൂടി കിട്ടും. അപ്പോൾ നിങ്ങളിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി കാണുന്നവരെ അസ്സലാമ.